ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഫോർത്ത് സെമ്മിലെ ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്നുള്ള ചാപ്റ്റർ ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ജെൻഡർ റോൾസ് ഇൻ സൊസൈറ്റി എന്നുള്ള ഫസ്റ്റ് യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാൻ നോട്ട്സ് സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ മെയിൻ പോയിൻറ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് ക്ലാസ് ഫുള്ളായിട്ട് കാണാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ടോപ്പിക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എഴുതണമെങ്കിൽ ഈ നോട്ട് ഈ ക്ലാസ് പോസ് ചെയ്തിട്ട് ഈ നോട്ട്സ് വായിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മീനിങ് ഓഫ് ജെൻഡർ എന്നാണ് ഫസ്റ്റ് ടോപ്പിക്ക്. എന്താണ് മീനിങ് ഓഫ് ജെൻഡർ? ജെൻഡർ റിഫേഴ്സ് ടു ദ സോഷ്യൽ, കൾച്ചറൽ, സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഡിഫൈൻ മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി, ഷേപ്പിംഗ് ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റീസ് ആൻഡ് എക്സ്പീരിയൻസസ്. അതായത് ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ, കൾച്ചറൽ, സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് ഫെമിനിറ്റി, മസ്കുലിനിറ്റി ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ഐഡൻറ്റിറ്റീസും എക്സ്പീരിയൻസിനെയൊക്കെ ഷേപ്പ് ചെയ്യുന്ന, സൊസൈറ്റി ഉണ്ടാക്കുന്ന ഒരു കൺസെപ്റ്റാണ് ജെൻഡർ എന്ന് പറയുന്നത്. അതായത് ജെൻഡർ ഈസ് ദ കൺസെപ്റ്റ് ഡെവലപ്ഡ് ബൈ ദ സൊസൈറ്റിയാണ് ഈ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ജെൻഡറിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ജെൻഡർ റെഫേഴ്സ് ടു ദ സോഷ്യലി കൺസ്ട്രക്റ്റഡ് റോൾസ്, ബിഹേവിയർ, ആക്ടിവിറ്റീസ് ആൻഡ് ആട്രിബ്യൂട്ട് ദാറ്റ് എ ഗിവൺ സൊസൈറ്റി കൺസിഡർ അപ്രോപ്രിയേറ്റ് ഫോർ മെൻ ആൻഡ് വുമൺ. അതായത് മെന്നിനും വുമനും കൊടുക്കാവുന്ന സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള റോൾസും ബിഹേവിയറും ആക്ടിവിറ്റീസും ആട്രിബ്യൂട്ടുമാണ് ജെൻഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സെക്സ്. എന്താണ് മീനിങ് ഓഫ് സെക്സ്? സെക്സ് ഈസ് ഡിറ്റർമൈൻഡ് biologically. Most people are identified as men or women based on their anatomical structure. അതായത് ബയോളജിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ, അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? ഈ ബയോളജിക്കൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അതിൽ ക്രോമസോംസ്, ഹോർമോൺസ്, റിപ്രൊഡക്റ്റീവ് അനോട്ടമി, അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? ക്യാരക്ടറൈസ്ഡ് ബൈ സോഷ്യലൈസേഷൻ ആണ്. അതായത് ഐഡൻറ്റിഫൈ വൺ ആസ് മെൻ ഓർ വുമൺ സോഷ്യലി ഒരാൾ മെന്നാണോ വുമണാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒന്നാണ് ജെൻഡർ. എന്നാൽ എന്താണ് സെക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ബയോളജിക്കലി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒന്നാണ് സെക്സ്. അതാണ് അതിനുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ബയോളജിക്കൽ വിയസ് സോഷ്യലായിട്ട് നോക്കാം. സെക്സ് ഈസ് ബയോളജിക്കലാണ്. ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. ഇനി ഫിക്സ്ഡ് വിയസ് ഫ്ലൂയിഡ്. അതായത് സെക്സ് എന്ന് പറയുന്നത് ജനറലി ഫിക്സ്ഡ്, വൈൽ ഫിക്സ്ഡ് ആണ്. എന്നാൽ ജെൻഡർ എന്ന് പറയുന്നത് ജെൻഡർ ക്യാൻ ബി ഫ്ലൂയിഡ് ആൻഡ് വേരി അക്രോസ് കൾച്ചറൽ ആൻഡ് ഇൻഡിവിജ്വൽസ്. ഇനി ഐഡൻറ്റിറ്റി ആൻഡ് എക്സ്പ്രഷൻ. ജെൻഡർ എന്ന് പറയുന്നത് എൻകംബസ് ഐഡൻറ്റിറ്റി, എക്സ്പ്രഷൻ റോൾസ്. സെക്സ് ഫോക്കസ് ഓൺ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് എന്താണ് ജെൻഡർ ഫോക്കസ് ചെയ്യുന്നത് ഐഡൻറ്റിറ്റി, എക്സ്പ്രഷൻ, വാല്യൂസ്, റോൾസ് അതിനൊക്കെയാണ്. എന്നാൽ സെക്സ് ഫോക്കസ് ചെയ്യുന്നത് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്നാണ് പറയുന്നത്. ഈ സെക്സിൽ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിലിനും ഫീമെയിലിനും ആയിട്ട് എടുക്കാം. മെയിലാണെങ്കിൽ എന്താണ്? XY ക്രോമസോംസും അതുപോലെ ടെസ്റ്റോസിറോണും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഫീമെയിലാണെങ്കിൽ എന്താണ് വരിക? XX ക്രോമസോംസ് ആണ്, ഈസ്ട്രജനാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് ജെൻഡർ നോക്കുകയാണെങ്കിലോ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ മസ്കുലിനിറ്റി, ട്രഡീഷണൽ റോൾസ് ലൈക്ക് സ്ട്രെങ്ത്, അസർട്ടീവ്നെസ്. എന്നാൽ ഫെമിനിറ്റി ആണെങ്കിലോ ട്രഡീഷണൽ റോൾസ് ലൈക്ക് എമ്പതി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് സോഷ്യലി ഒരു കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ബോയ്സ് ആണെങ്കിൽ അവരുടെ സ്ട്രെങ്ത്തും അവർ ഇന്നതൊക്കെ ചെയ്യാൻ പാടുള്ളൂ, അവർക്ക് എന്താണ് അവരുടെ സ്ട്രെങ്ത്തും അതുപോലെ അവരുടെ എബിലിറ്റിയും അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ സോഷ്യലാണ് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എ പേഴ്സൺ ബോൺ ബയോളജിക്കലി മെയിൽ സെക്സ് മേ ഐഡൻറ്റിഫൈ ആസ് ഫീമെയിൽ, ജെൻഡർ ഫെമിനിറ്റി. എ വുമൺ
സെക്സ് മേ എക്സിബിറ്റ് ട്രഡീഷണലി മസ്കുലിൻ ട്രൈറ്റ്സ് എന്ന് പറയുന്നത് ജെൻഡർ. എ മാൻ സെക്സ് മേ എൻജോയ് ആക്ടിവിറ്റീസ് ട്രഡീഷണലി അസോസിയേറ്റഡ് വിത്ത് വുമൺ ജെൻഡർ. ഇനി നമ്മൾ നെക്സ്റ്റ് മെയിൻ ടോപ്പിക്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ജെൻഡർ റോൾസ് ഇൻ സൊസൈറ്റി. എന്താണ് സോഷ്യലൈസേഷൻ? അതായത് ഫാമിലീസ് ഓഫൺ സോഷ്യലൈസ് ചിൽഡ്രൻ ഇൻടു ട്രഡീഷണൽ ജെൻഡർ റോൾസ് ഇൻഫ്ലുവൻസിങ് ദെയർ ബിഹേവിയർ, ഇൻട്രസ്റ്റ്, കരിയർ ചോയ്സസ്. നമുക്ക് നമ്മുടെ ഫാമിലി അതുപോലെ നമ്മുടെ ചുറ്റുപാടാണ് നമ്മളെ റോൾസും നമ്മളെ ഇൻഫ്ലുവൻസിൻ്റെ ഓരോ പേഴ്സണെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ് സോഷ്യൽ എന്ന് പറയുന്നത്. ഒരാളുടെ ബിഹേവിയറും ഒരാളുടെ ഇൻട്രസ്റ്റും കരിയർ ചോയ്സും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിവിഷൻ ഓഫ് ലേബർ നോക്കുമ്പോൾ ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റി ആർ ഓഫൺ ഡിവൈഡഡ് അലോങ് ജെൻഡർ ലൈൻസ് വിത്ത് വുമൺ എക്സ്പെക്റ്റഡ് ടു മാനേജ് ഡൊമസ്റ്റിക് വർക്ക്, മെൻ എക്സ്പെക്റ്റഡ് ടു അതർ വർക്ക്. അതായത് നമുക്ക് ഈ സൊസൈറ്റിയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോരുത്തരെ പഠിപ്പിക്കുന്നത്. അതായത് നമ്മളെ മെയിൽസ് എന്ന് പറയുന്നത് സൊസൈറ്റി നമ്മളോട് പറയുകയാണ്, നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ പറയുകയാണ്, മെയിൽസ് എന്ന് പറയുന്നത് അവർ പുറത്തു പോയി വർക്ക് ചെയ്ത് ഫുഡ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഭാഗമാണ് മെയിൽസ്. എന്നാൽ ഫീമെയിൽസ് എന്ന് പറയുമ്പോൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി അടുക്കളയിൽ ഒതുങ്ങിക്കൂടി കുട്ടികളെ നോക്കി അങ്ങനെ ജീവിക്കേണ്ട ഒരു വിഭാഗമാണ് വുമൺസ് എന്ന് നമുക്ക് സൊസൈറ്റിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി അതിലെ മെയിൻ ഫീച്ചറാണ്, മെയിൻ ഘടകമാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. സൊസൈറ്റിയാണ് ജെൻഡറും സെക്സിനെയും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ജെൻഡറിനെ ഡിഫൈൻ ചെയ്യുന്നതൊക്കെ സൊസൈറ്റിയാണ്. അപ്പോൾ മെയിൻ ഘടകം സൊസൈറ്റി, സോഷ്യലൈസേഷനാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കാസ്റ്റാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കാസ്റ്റ് ബേസ്ഡ് എക്സ്പെക്റ്റേഷൻ. അതായത് ഡിഫറെൻറ്റ് കാസ്റ്റ് ഹാവ് സ്പെസിഫിക് എക്സ്പെക്റ്റേഷൻ ആൻഡ് നോംസ് അറൗണ്ട് ജെൻഡർ റോൾസ് വിച്ച് ക്യാൻ ഇമ്പാക്ട് സോഷ്യൽ ഇൻട്രാക്ഷൻ ഓപ്പർച്യൂണിറ്റീസ്. റെസ്ട്രിക്ഷൻ എന്ന് പറയുമ്പോൾ കാസ്റ്റ് സിസ്റ്റം ക്യാൻ ഇമ്പോസ് റെസ്ട്രിക്ഷൻ ഓൺ ഇൻഡിവിജ്വൽ, പെർട്ടിക്കുലർലി വുമൺ, ലിമിറ്റിംഗ് ദെയർ ഓട്ടോണോമി ഓർ ഏജൻസി. അതായത് നമ്മുടെ ഇടയിൽ തന്നെ കാസ്റ്റുകൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. വുമൺസിന് ഇന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റുള്ളൂ, വുമൺസിന് പുറത്തൊക്കെ പോകാൻ പാടില്ല. അങ്ങനെ ചില കാസ്റ്റിലൊക്കെ ചില റെസ്ട്രിക്ഷൻസ് വുമൺസിനും മാൻസിനും വേർതിരിക്കുന്നതിനായിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് കാസ്റ്റിൽ പറയുന്നത്. പിന്നെ പറയുന്ന നെക്സ്റ്റ് ഘടകം എന്ന് പറയുന്നത് എക്കണോമിക് ക്ലാസ് ആൻഡ് ജെൻഡർ റോൾസ് ഇൻ സൊസൈറ്റിയാണ്. അതായത് ക്ലാസ് ബേസ്ഡ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഹാവ് വേരിയിങ് എക്സ്പെക്റ്റേഷൻ അറൗണ്ട് ഫെമിനിറ്റി ആൻഡ് മസ്കുലിനിറ്റി വിത്ത് അപ്പർ ക്ലാസ്സസ് ഓഫൻ മോർ ട്രഡീഷണൽ നോംസ്. അതായത് എക്കണോമിക് ഡിസ്പാരിറ്റീസ് എന്ന് പറയുമ്പോൾ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ക്യാൻ ഇൻഫ്ലുവൻസ് ആക്സസ് ടു എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റി വിത്ത് വുമൺ ഫ്രം ലോവർ ക്ലാസ്സസ് ഓഫൺ ഫേസിങ് ഗ്രേറ്റർ ചാലഞ്ചസ്. അതായത് ലോവർ ക്ലാസ്സിലുള്ള വുമൺസ് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് അവർക്ക്. എന്നാൽ ഹൈ ക്ലാസ്സുള്ള വുമൺസിനാണെങ്കിൽ ഒരുപാട് എഡ്യൂക്കേഷനിൽ തന്നെ ഒരുപാട് സാഹചര്യങ്ങൾ, പഠിക്കാനുള്ള സാഹചര്യങ്ങളും അതുപോലെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള വ്യത്യാസം ലോവർ ക്ലാസ്സിലും ഹയർ ക്ലാസ്സിലും തമ്മിലുണ്ട്. ഇനി നെക്സ്റ്റ് വണ് റിലീജിയസ് ആണ്. റിലീജിയസ് എന്ന് പറയുമ്പോൾ റിലീജിയസ് ടെക്സ്റ്റ് ക്യാൻ ബി ഇൻറപ്റ്റഡ് ഇൻ വേസ് ദാറ്റ് റെയിൻഫോഴ്സ് ട്രഡീഷണൽ ജെൻഡർ റോൾസ് ഓർ പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി. കാസ്റ്റിൻ്റെ മാതിരി തന്നെ ഇതിലും നമ്മുടെ സമൂഹത്തിൽ തന്നെ പല റിലീജിയൻസിലും പല എക്സ്പെക്റ്റേഷൻസും പല ആചാരങ്ങളൊക്കെയാണ്. വുമൺസിനും മെൻസിനും അങ്ങനെ ഒരുപാട് ട്രഡീഷൻസ് ഉണ്ട്. പിന്നെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നത്? ക്യാൻ ഷേപ്പ് സോഷ്യൽ നോംസ്, എക്സ്പെക്റ്റേഷൻ, ഗ്രൗണ്ട് ജെൻഡർ അറൗണ്ട് ജെൻഡർ, ഇൻഫ്ലുവൻസിങ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. അതായത് ഓരോ ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിനെ ആറ്റിറ്റ്യൂഡും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഘടകമാണ് റിലീജിയസ് എന്ന് പറയുന്നത്.
അവർക്ക് ഓൾറെഡി ഒരുപാട് ലോസും കാര്യങ്ങളൊക്കെ ഓരോ റിലീജിയൻസിനും ഉണ്ടാവും. അതെന്തിനു ബാധിക്കുന്നുണ്ട്, അത് ഓരോ വുമൺസിനും ഓരോ മെൻസിനും അത് ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് മെയിൻ ടോപ്പിക്കാണ് നെക്സ്റ്റ് ഒരു ഘടകമാണ് കൾച്ചർ എന്ന് പറയുന്നത് കൾച്ചറൽ പ്രാക്ടീസസ് ആൻഡ് കസ്റ്റംസ് ഓഫൻ റിഫ്ലക്റ്റ് ട്രഡീഷണൽ ജെൻഡർ റോൾസ് ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽ ബിഹേവിയർ സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസ്. അതായത് കാസ്റ്റും റിലീജിയൻസും പോലെ തന്നെ കൾച്ചറും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓരോ പേഴ്സൺസിൻ്റെയും ഇൻഡിവിജ്വൽസിൻ്റെയും ബിഹേവിയറിനെയും അതുപോലെ എക്സ്പെക്റ്റേഷൻസിനെയും നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കൾച്ചറൽ നെറേറ്റീവ്സ് ക്യാൻ ഷേപ്പ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി മസ്കുലിൻ ഫെമിനിൻ ഇൻഫ്ലുവൻസിങ് ഇൻഡിവിജ്വൽ ആൻഡ് ഐഡൻറ്റിറ്റി. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു മെയിൻ ടോപ്പിക്കാണ് മീഡിയ എന്ന് പറയുന്നത്. എന്താണ് മീഡിയ എങ്ങനെയാണ് നമ്മളെ ജെൻഡറിനെയും സെക്സിനെയും ജെൻഡർ ഇൻഫ്ലുവൻസിനെ നോക്കാം. പ്രീ കൺസെപ്റ്റാണ്. അതായത് മീഡിയ കീപ്പ് ദിസ് പ്രീ കൺസെപ്റ്റ്, അതായത് മീഡിയ ഈ പ്രീ കൺസെപ്റ്റിനെ ഉൾക്കൊണ്ടിട്ടാണ് നടക്കുന്നത്. അതായത് എക്സാമ്പിൾ പറയേണ്ടത് കുക്കിംഗ് പരസ്യങ്ങളിൽ നമ്മൾ വുമൺസിനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആറ്റിറ്റ്യൂഡിനെ ഇൻഫ്ലുവൻസ് ഓൺ ആറ്റിറ്റ്യൂഡ്. മീഡിയ ക്യാൻ ഷേപ്പ് സൊസൈറ്റൽ എക്സ്പ്രഷൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് എക്സ്പെക്റ്റേഷൻ അറൗണ്ട് ജെൻഡർ ഇൻഫ്ലുവൻസിങ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആൻഡ് പെർസെപ്ഷൻസ്. ഇനി നെക്സ്റ്റ് വണ് ലോ ആൻഡ് സ്റ്റേറ്റ്സ് ആണ് ടോപ്പിക്ക് വരുന്നത്. ഇതെന്ന് പറയുന്നത് ലോസ് എന്ന് പറയുമ്പോൾ ലെജിസ്ലേഷൻ ലോസ് ക്യാൻ ബി പ്രൊമോട്ട് ഓർ ഹിൻഡർ ജെൻഡർ ഇക്വാലിറ്റി ഇൻഫ്ലുവൻസിങ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് കെയർ. പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഒരുപാട് പോളിസീസും പ്രോഗ്രാംസും നടക്കുന്നുണ്ട്. അതായത് ഗവൺമെൻറ് ഇനീഷ്യേറ്റ് ക്യാൻ പ്രൊമോട്ട് വുമൺസ് എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് അഡ്രസ് ജെൻഡർ ബേസ്ഡ് വയലൻസിന്, അതുപോലെ സപ്പോർട്ട് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ലോസും പോളിസീസും വന്നിട്ടുണ്ട്. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഇതിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ റീസൺ ഓഫ് ജെൻഡർ ഇനീക്വാലിറ്റിക്കുള്ള റീസൺസ് എന്തൊക്കെയെന്ന് പറയുന്നത്: 1 സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സ്, 2 എക്കണോമിക് ഫാക്ടേഴ്സ്, 3 ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ്, 4 സൈക്കോളജിക്കൽ ബിഹേവിയർ ഫാക്ടേഴ്സ്, 5 ഇൻ്റർസെക്ഷണൽ ഫാക്ടേഴ്സ്. ഓരോന്ന് വേഗം എക്സ്പ്ലെയിൻ ചെയ്യാം. 1 സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സൊസൈറ്റി ഡോമിനേറ്റഡ് ബൈ മാൻ, ഇറ്റ് കോസ് ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ. അതുപോലെ ട്രഡീഷണൽ ജെൻഡർ റോൾസ് എക്സ്പെക്റ്റേഷൻ അറൗണ്ട് മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി ക്യാൻ ലിമിറ്റ് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ സ്റ്റീരിയോടൈപ്പ് ആൻഡ് ബയസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്കണോമിക് ഫാക്ടേഴ്സ്, ലിമിറ്റഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ, വുമൺ മേ ഫേസ് ബാരിയർ ടു എഡ്യൂക്കേഷൻ. അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഡിസ്പാരിറ്റീസ്, വുമൺ മേ ഫേസ് അൺഈക്വൽ പേ, ലിമിറ്റഡ് റിസോഴ്സസ്. അതുപോലെ റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ, ഇത് നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്നതാണ് ഇങ്ങനെ. അതുപോലെ അൺഈക്വൽ ആക്സസ് ടു റിസോഴ്സസ് സച്ച് ആസ് ലാൻഡ്, ക്രെഡിറ്റ്, ടെക്നോളജി. നമുക്ക് സ്ഥലങ്ങളൊക്കെ ഓരി വെക്കുമ്പോൾ വുമൺസിന് കുറവും മെൻസിന് കൂടുതലായിട്ട് കൊടുക്കുക, അതൊക്കെ. ഇനി സൈക്കോളജിക്കൽ ബിഹേവിയർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻ്റർണലൈസ്ഡ് ബയാസ്ഡാണ്. അത് സ്വയം മുൻധാരണ ഉണ്ടാവുക. വുമൺസിനൊക്കെ സ്വയം മുൻധാരണ, ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്ന ആളാണ്, കുട്ടികളെ നോക്കേണ്ടതാണ് എൻ്റെ ചുമതല, അങ്ങനെയൊക്കെ ഒരു മുൻധാരണ ഉണ്ടെങ്കിൽ അത് ഇതിന് ബാധിക്കുന്നതാണ്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഡിസ്ക്രിമിനേഷൻ ലോസ് ആണ്, ലാക്ക് ഓഫ് റെപ്രസെൻറ്റേഷൻ, അതായത് ലിമിറ്റഡ് ആക്സസ് ടു ഹെൽത്ത് ഓഫ് വുമൺ. അതുപോലെ ഇത് ലാക്ക് ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അണ്ടർ റെപ്രസെൻറ്റേഷൻ ലീഡർഷിപ്പ്, അതുപോലെ ഡിസിഷൻ മേക്കിംഗ് ബോഡീസിലൊക്കെ റോൾസ് ഇല്ലാതിരിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ടോപ്പിക്ക് കഴിയാനായിക്കണേ. നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണാണ്
എന്താണ് ജെൻഡർ ജസ്റ്റ് എഡ്യൂക്കേഷൻ ഔട്ട്സൈഡ് സ്കൂൾ സെറ്റിങ്സ്. നമുക്ക് സ്കൂൾ സെറ്റിങ്സിൽ എന്തൊക്കെ ചെയ്യാം? ലേണിംഗ് ബൈ ഫാമിലിയാണ്. ഫസ്റ്റ് വൺ ലേണിംഗ് ബൈ ഫാമിലി, അതായത് ഫാമിലി വാല്യൂസ് ആൻഡ് ട്രഡീഷൻ. ഫാമിലി ട്രഡീഷൻ ദാറ്റ് ഷേപ്പ് ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡിങ്. അതുപോലെ ജെൻഡർ റോൾസ്, അതായത് ഫാമിലിയാണ് കുട്ടികളെ ഒരു പേഴ്സണാലിറ്റി വളർത്തിയെടുക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാരൻസ് ഡിസ്കസിങ് ജെൻഡർ റോൾസ് ആൻഡ് എക്സ്പെക്റ്റേഷൻ വിത്ത് ദയർ ചിൽഡ്രനുമായിട്ട് അവരുടെ എക്സ്പെക്റ്റേഷൻ, അവർ ജെൻഡർ റോൾസിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക, ഡിസ്കസ് ചെയ്യുക കുട്ടികളുടെ കുറിച്ചിട്ട്. അതുപോലെ പാരൻ്റൽ ഇൻഫ്ലുവൻസ് മെയിൻ ഘടകമാണ്. പാരൻസ് ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, എക്സ്പെക്റ്റേഷൻ ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് ചിൽഡ്രൻസ് പെർസെപ്ഷൻസ് ആൻഡ് ഫെമിനിറ്റി ആൻഡ് മസ്കുലിനിറ്റി. അതുപോലെ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാമിലി മെമ്പർ ഷെയറിങ് സ്റ്റോറീസ് അബൌട്ട് സ്ട്രോങ് വുമൺ മാൻ ആൻഡ് ഹൂ ചാലഞ്ചസ് ട്രഡീഷണൽ ജെൻഡർ നോംസ്. അപ്പോൾ ഈ കുട്ടികളുമായിട്ട് ഇടപഴകുമ്പോൾ ഈ ജെൻഡർ ഇനീക്വാലിറ്റീനെ കുറിച്ചിട്ടും വുമൻസിൻ്റെ മെൻസിൻ്റെ ഒക്കെ കുറിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക, നന്നായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക്. ഇനി നെക്സ്റ്റ് വണ് കൾച്ചറലാണ്. അതായത് കൾച്ചറൽ നോംസ് ആൻഡ് വാല്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഷേപ്പ് ഇൻഡിവിജ്വൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ജെൻഡർ ആൻഡ് ഇൻഫ്ലുവൻസ് ദയർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൾച്ചർ ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റിംഗ് ഡൈവേഴ്സ് ജെൻഡർ എക്സ്പ്രഷൻ ആൻഡ് ഐഡൻറ്റിറ്റീസ്. ട്രഡീഷണൽ പ്രാക്ടീസസ് ആൻഡ് കസ്റ്റംസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ റീഇൻഫോഴ്സ് ആൻഡ് ചാലഞ്ച് ട്രഡീഷണൽ ജെൻഡർ റോൾസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രഡീഷണൽ സ്റ്റോറീസ് ആയിട്ടും ആർട്ട്, അതൊക്കെ ഹൈലൈറ്റിങ് ഇമ്പോർട്ടൻസ് ഓഫ് ജെൻഡർ ഇക്വാലിറ്റീനെ ഹൈലൈറ്റ് ചെയ്യുന്ന സ്റ്റോറീസ്, ആർട്ട്, അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ ലേണിംഗ് ബൈ സൊസൈറ്റി എന്ന് പറയുന്നത് സോഷ്യൽ നോംസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ആണ്. അതായത് സോഷ്യൽ നോംസ് ആൻഡ് എക്സ്പെക്റ്റേഷൻ അറൗണ്ട് ജെൻഡർ ക്യാൻ ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി ഇവൻറ്റ് പ്രൊമോട്ടിങ് ജെൻഡർ അവയർനെസ്സും ഇക്വാലിറ്റിക്കുള്ള ഒരു അവയർനെസ് കമ്മ്യൂണിറ്റി കൊടുക്കുക. കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രാക്ടീസ് ക്യാൻ റീഇൻഫോഴ്സ് ഓർ ചാലഞ്ച് ട്രഡീഷണൽ ജെൻഡർ റോൾസ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പബ്ലിക് കമ്പാനിയൻസ് എൻകറേജ് മെൻ ആൻഡ് വുമൺ ടു പെർസ്യൂ നോൺ ട്രഡീഷണൽ കരിയർ. ഇനി നെക്സ്റ്റ് വൺ അവയർനെസ് ആണ്. എഡ്യൂക്കേഷൻ കൊടുക്കുക, അതുപോലെ അവയർനെസ് പ്രോഗ്രാംസ് നടത്തുക. പ്രോഗ്രാംസ് ഇനീഷ്യേറ്റർ ക്യാൻ പ്രൊമോട്ട് അവയർനെസ് അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ചിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുന്ന തരത്തിലുള്ള അവയർനെസ് നൽകുക. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോക്യുമെൻ്ററീസ്, ഫിലിംസ് എക്സ്പ്ലോറിങ് ജെൻഡർ ഇഷ്യൂസ് പ്രൊമോട്ടിങ് അണ്ടർസ്റ്റാൻഡിങ് പ്രൊമോട്ട് തരുന്ന രീതിയിലുള്ള ഡോക്യുമെൻ്ററീസും ഫിലിംസും ഒക്കെ കാണിച്ചു കൊടുക്കുക കുട്ടികൾക്ക്. പിന്നെ ലേണിംഗ് ബൈ ഫ്രണ്ട്സ്, അതായത് ഈ പിയർ ഇൻട്രാക്ഷൻ, സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇൻട്രാക്ഷൻ വിത്ത് പിയേഴ്സ് ക്യാൻ ഷേപ്പ് ഇൻഡിവിജ്വൽ അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ ഇൻഫ്ലുവൻസ് ദയർ ബിഹേവിയർ. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഡിസ്കസ് ചെയ്യുക, എക്സ്പ്ലോറിങ് ഡിഫറെൻറ്റ് ജെൻഡർ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഡിസ്കസിങ് ചെയ്യുന്നതും അതുപോലെ എക്സ്പ്ലോറിങ് ഡിഫറെൻറ്റ് ജെൻഡർ ഐഡൻറ്റിറ്റീസ് ആൻഡ് എക്സ്പ്രഷൻസ്. ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അതായത് ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആൻഡ് പിയർ ഗ്രൂപ്പ് ക്യാൻ റീഇൻഫോഴ്സ് ഓർ ചാലഞ്ച് ട്രഡീഷണൽ ഓർ ജെൻഡർ നോംസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിയർ റെഡ് വർക്ക്ഷോപ്പ് ഓൺ ജെൻഡർ സെൻസിറ്റിവിറ്റി ആൻഡ് അവയർനെസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 4th സെമ്മിലെ ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റിയിലെ ഫസ്റ്റ് യൂണിറ്റ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ മെയിൻ പോയിൻറ്റ്സ് വെച്ചിട്ടാണ് ഇന്ന് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഞാൻ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ കുറച്ച് നോട്ട്സ് ഞാൻ ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നെക്സ്റ്റ് യൂണിറ്റ്സിൻ്റെ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ ഒരുപാട് ക്ലാസ്, അതുപോലെ നെക്സ്റ്റ് യൂണിറ്റും അതുപോലെ നമ്മുടെ 4th സെമ്മിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ അപ്ലോഡ് ആക്കുന്നതാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.